കാലത്തിൻ്റെ പൊതുരീതിയാണ്. അങ്ങനെ ഒരു പൊതുരീതി നിലനിൽക്കുന്ന കാലത്താണ് ഗുരു പക്ഷേ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തത്. ഗുരു അങ്ങനെ ഓരോ മതത്തിനും സവിശേഷമായി ഉണ്ട് എന്ന് പറയുന്ന വിശേഷ അവകാശങ്ങളെ തള്ളുകയും എല്ലാ മതങ്ങളും ചേർന്ന് നിൽക്കാവുന്ന ഒരിടം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് മതത്തിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ മതത്തിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാന്നേ ഉള്ളൂ. പക്ഷെ ഗുരു അതിനെയാണ് മതമായി കണ്ടത്. കാരണം ഒരു മതത്തെ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മതത്തിൽ 4-5 ഘടകങ്ങൾ കാണാം. എല്ലാ മതങ്ങൾക്കും അതത് മതങ്ങളുടെ ദൈവദർശനമുണ്ട്, ദൈവശാസ്ത്രം, തിയോളജി. ഓരോ മതവും ദൈവത്തെയും പ്രപഞ്ചത്തെയും വ്യക്തിസ്വരൂപത്തെയും ഒക്കെ വിശദീകരിക്കുന്ന ദാർശനികമായ ചില ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് ദൈവശാസ്ത്രം. രണ്ടാമത്, ഓരോ മതത്തിനും അതത് മതങ്ങളുടേതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. എങ്ങനെയാണ് ജനനം, മരണം, വിവാഹം, ഇതിനോടൊക്കെ ബന്ധപ്പെട്ട ആചാരങ്ങളുടെ വലിയൊരു ലോകം ഓരോ മതവും ഓരോ നിലയ്ക്ക് നിലനിർത്തി പോരുന്നുണ്ട്. മൂന്നാമത്, എല്ലാ മതങ്ങൾക്കും അതത് മതങ്ങളുടേതായ പൗരോഹിത്യ സമ്പ്രദായങ്ങളുണ്ട്. പുരോഹിതന്മാർ പ്രത്യേക വസ്ത്രം ധരിക്കുക, പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുക, അങ്ങനെ ഓരോ മതവും അതത് മതങ്ങൾക്കിണങ്ങുന്ന പൗരോഹിത്യ രീതി ഉണ്ടാക്കുന്നുണ്ട്. നാലാമത്, ഓരോ മതത്തിനും അതത് മതങ്ങളുടേതായ സ്ഥാപനങ്ങളും ആശ്രമങ്ങളോ ദേവാലയങ്ങളോ ഒക്കെയും ഉണ്ട്. ഇതെല്ലാ മതങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാവുന്ന കാര്യം, ഇതൊന്നും ഒരു മതത്തിലും മറ്റൊരു മതത്തിൻ്റെതുപോലെയല്ല. ഒരു മതത്തിന്റെ ആചാരവും മറ്റൊരു മതത്തിന്റെ ആചാരമല്ല. ഒരു മതത്തിന്റെ ദൈവദർശനവും മറ്റൊരു മതത്തിന്റെ ദൈവദർശനമല്ല. ഒരു മതപൗരോഹിത്യ സമ്പ്രദായവും മറ്റൊരു മതപൗരോഹിത്യവുമായി 100% ഒത്തുപോകില്ല. ഒരു മതത്തിന്റെ ആരാധനാ കേന്ദ്രവും മറ്റൊരു മതത്തിന്റെ ആരാധനാ കേന്ദ്രമാവില്ല. അതുകൊണ്ട്